മൂന്ന് കമ്പോണന്റുകൾ HFI, ER, E തീറ്റ എന്ന് പറഞ്ഞ മൂന്ന് കമ്പോണൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, അതിനകത്ത് എന്താ R², R³ എന്ന് പറഞ്ഞ ഒരുപാട് ടേംസ് ഇല്ലായിരുന്നു, 3 ടേംസ് വെച്ചുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഈ R എന്ന് പറയുന്ന ഒരു നമ്മളൊരു ഫാർ ഫീൽഡ് ഇക്വേഷൻ എടുക്കുമ്പോൾ, അതായത് ആ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ് നമ്മളുടെ കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് വയർ ഡയപ്പോൾ ഒരുപാട് അകലെ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും 1/, ഒരു ലാർജർ വാല്യൂ വരും, വളരെ ചെറിയൊരു വാല്യൂ ഇടുന്നത്. അപ്പൊ നമുക്ക് R എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്, R ഇൻഫിനിറ്റിയിലേക്കുള്ള രീതി പോകണം. R² R³ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പൊ ഏകദേശം ഒരു 0യിലേക്ക് 1/, എന്ന് പറയുമ്പോൾ 0യിലേക്ക്. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ ചെയ്തൊരു HFI, ER, E തീറ്റ എന്ന് പറയുന്നതിനകത്ത് R² R³ എന്ന് പറഞ്ഞ കമ്പോണൻസിലെല്ലാം നമുക്ക് അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തീറ്റയുടെ ഇക്വേഷൻ I0 L sin θ ഡിവൈഡ് ബൈ 4πε0. ഇത് നമ്മൾ എക്സ്പോണൻഷ്യൽ e⁻j⍵t−r/c ഇൻറ്റു j⍵c²r. അതായത് ഇവിടുത്തെ നമ്മൾ R² കമ്പോണന്റിൽ R കമ്പോണന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ബീറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റിട്ടാർഡഡ് പൊട്ടൻഷ്യലിന്റെ കേസ്. ഇത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ω/c എന്നുള്ളിടത്തെല്ലാം ബീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കും. അപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ JI0 βL sin θ ഡിവൈഡ് ബൈ 4πc R ε0 e⁻t−r/c എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, HFIയുടെ കമ്പോണൻസ് നമ്മൾ ഇവിടെ എടുക്കാം. HFIയുടെ കമ്പോണൻസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ R² R³ എന്നുള്ള ടേംസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യും. പിന്നെയുള്ള HFI മാത്രമേ ഉള്ളൂ. HFI I0 L sin θ e⁻j⍵t−r/c ഡിവൈഡ് ബൈ 4π⍵cr. അവിടെ നമുക്ക് നേരത്തെ പോലെ ബീറ്റ ആക്കി JI0 βL sin θ j⍵t−r/c ഇൻറ്റു 4πr. ഇന്നത്തെ ഓരോ ടൈം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ I0 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിട്ടാർഡഡ് കറണ്ട് ആണ്. L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദി ഷോർട്ട് വയർ ഡൈപോൾ. അതുപോലെ തന്നെ T−r/c എന്ന റിട്ടാർഡഡ് ടൈം ആണ് വരിക. ω എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് വരും 2πf. C എന്ന് പറയുന്നത് വെലോസിറ്റി, R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് ഒരു കാര്യം നോക്കാം. അപ്പൊ നമുക്ക് ER ടൈം ഇല്ലല്ലോ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു 3 കമ്പോണന്റുണ്ട് ER. അത് നിങ്ങൾ ആ ER ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം, ER ഇക്വേഷൻ നമുക്ക് R² R³ കമ്പോണൻസ് ആണുള്ളത്. സോ നമ്മൾ ER എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കത്തില്ല. ER വാല്യൂ മാറ്റി നമുക്ക് ഷോർട്ട് ഡൈപോളിന്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്മൾ എടുക്കത്തുള്ളൂ, ഈ തീറ്റയും HFIയും മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്തുള്ളൂ. അപ്പം ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മിക്കപ്പോഴും ഇത് 10 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇത് മുഴുവനും പഠിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ മുഴുവനും പഠിക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എടുക്കുന്ന ഏറ്റവും എളുപ്പം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൻസിക് ഇംപിഡൻസ് അല്ലെങ്കിൽ വേവ് ഇംപിഡൻസ് ഓഫ് എ മീഡിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈറ്റ എന്ന് പറയുന്നത്, അല്ലെ 120π. അത് E⁻ ഡിവൈഡ് ബൈ HFI എന്നാണ് നമ്മളോട് എടുക്കുക. നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഷോർട്ട് വേവ് ഡൈപോൾ എന്നാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ റിട്ടാർഡഡ് വെക്ടർ പൊട്ടൻഷ്യൽ ആണെന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എടുത്തു. അതിന് Z ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Z ഡയറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടത്, പൊട്ടൻഷ്യൽ. അതുകൊണ്ട് നമുക്ക് ഡെൽ ക്രോസ് A ചെയ്തു. അവിടുന്ന് വെക്ടർ പ്രോഡക്റ്റ് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ എന്ത് ചെയ്തു, Z എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ കമ്പോണന്റും AR എന്ന് പറയുന്നത് സ്പെറിക്കലും ഒക്കെ ആയത് കാരണം നമ്മൾ സ്പെറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൽ നമുക്കൊരു B⁵ നമ്മൾ കണ്ടുപിടിച്ചു. B⁵ എന്ന് പറയുന്നത് μ × HFI ആയത് കാരണം HFIയുടെ വാല്യൂ കിട്ടി. അതായത് നിങ്ങൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് എഴുതുന്നതിന് തൊട്ട് മുന്നിലുള്ള വാല്യൂ. അതിന്റെ കൂടെ 120π എന്ന് പറയുന്ന ടൈം, അല്ലാതെ ഇപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കുക, ഈ തീറ്റ കണ്ടുപിടിക്കാൻ 120π × HFI ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ തീറ്റയുടെ വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുക. ഇത് നിങ്ങൾക്ക് ഒട്ടും ഇത് പറ്റണില്ല എന്ന് പറയുന്നത് അത്രയെങ്കിലും എഴുതണം. എപ്പോഴും ഓർമ്മ വേണം, ഈ തീറ്റ കമ്പോണന്റ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് HFIയുടെ കമ്പോണൻസ് ആണ്. 15 മാർക്കിലെ 10 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, ഫീൽഡ് ഓഫ് എ ഷോർട്ട് ഡൈപോൾ ആന്റിന എന്ന് പറയുന്നത്.